ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്. അപ്പോൾ നോവാപ്പിസ് സിൽവർ പ്ലാൻ നമുക്കൊന്ന് ഡീറ്റെയിൽ ചെയ്ത് നോക്കിയാലോ. ബേസിക്കലി സിൽവർ പ്ലാനിൽ 3 പാക്കേജസ് ആണ് വരുന്നത്. 3500, 7000, 14000. എല്ലാത്തിനും ലഭിക്കുന്നത് സിൽവർ ഓർണമെൻറ്റ്സ് ആണ്. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ബിസിനസ്സിലേക്ക് 3500, 7000, 14000 നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഈ സിസ്റ്റത്തിലോട്ട് വരുമ്പോൾ നമുക്ക് ഒത്തിരി ബെനിഫിറ്റ്സുകൾ വേറെ വരുന്നുണ്ട്. അവിടെയാണ് മെയിൻ തിങ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഒരു ബിസിനസ്മാൻ എന്നുള്ള രീതിയിൽ. ഒന്നാമത്തെ കാര്യം, നമുക്കിവിടെ സിൽവർ ഓർണമെൻറ്റ്സ് ലഭിക്കുന്നുണ്ട്. 3500 ആണെങ്കിൽ 25 ഗ്രാം വരെയുള്ള ആഭരണം നമുക്ക് ലഭിക്കുന്നുണ്ട്. ആൻഡ് 7000 ആവുമ്പോൾ 50 ഗ്രാം, ആൻഡ് 14000 ആവുമ്പോൾ 100 ഗ്രാം. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗോൾഡും സിൽവറും ആയതുകൊണ്ട് തന്നെ ഇതിന് വെറുതെ വീട്ടിലിരുന്നാലും വില കൂടും എന്നുള്ളതാണ്. സോ റീസെയിൽ വാല്യൂ നല്ലപോലെയുള്ള പ്രൊഡക്റ്റാണ്. മാത്രമല്ല മാർക്കറ്റ് ഫ്ലക്ച്വേഷൻ വിലയുടെ വ്യതിയാനത്തിൽ നല്ല പങ്ക് വഹിക്കുന്നുണ്ട് താനും. 1 വർഷമോ 2 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ഈ പറയുന്ന നമ്മുടെ ഗോൾഡോ സിൽവറോ എടുത്ത് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ വേണ്ട കാര്യത്തിന് വിനിയോഗിക്കുമ്പോൾ ഒന്നുകൂടി മൂല്യം അതിന് കൂടിക്കാണും. ഒരു വെർത്ത്ഫുൾ പ്രൊഡക്റ്റാണ്. സോ നല്ല റീസെയിൽ വാല്യൂ കിട്ടാവുന്ന പ്രൊഡക്റ്റുകളാണ്. പിന്നെന്തൊക്കെയാണ് ഇതിൽ ഗുണം വരുന്നത്? നമുക്ക് ഒരു റിവാർഡ് പോയിൻറ്റ്സ് എന്നും പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് പോയിൻറ്റ്സ് വരുന്നുണ്ട്. അത് 3500 ആകുമ്പോൾ 0.5 ആണ് റിവാർഡ് പോയിൻറ്റ്. 7000 ആകുമ്പോൾ 1 പോയിൻറ്റും 14000 ആകുമ്പോൾ 2 റിവാർഡ് പോയിൻറ്റ്സ് നമുക്ക് ലഭിക്കുന്നുണ്ട്. അത് കുറച്ച് നേരം കഴിയുമ്പോൾ എന്താണ് റിവാർഡ് പോയിൻറ്റ്സ് കാര്യങ്ങളെല്ലാം നമുക്ക് ക്ലിയർ ആവും. ഇവിടെ നമുക്കൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് ഈ പാക്കേജുകൾ വ്യത്യസ്തമായിട്ട് നമുക്ക് ഈ പറയുന്ന ഇൻകത്തിൽ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഡെയിലി ക്യാപ്പിംഗ് നമുക്കിവിടെ ഒരു 10,000 ആണ് പെർ ഡേ നമുക്ക് ഇൻകം ഏൺ ചെയ്യാനായിട്ട് സാധിക്കുക. അതിൽ കൂടുതൽ ഉണ്ടാക്കാവുന്ന ഒരു സ്റ്റേജ് വരികയാണെങ്കിൽ ഡെഫിനറ്റ്ലി 7000 അപ്ഗ്രേഡ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് പോവുക. അപ്പോൾ 7000 നമുക്ക് എന്ത് സംഭവിക്കും? 25,000 രൂപ വരെ പെർ ഡേ സമ്പാദിക്കാനുള്ള അവസരം അവിടെയുണ്ട്. കൂടുതൽ ഇൻകം ക്രിയേറ്റ് ചെയ്യുന്നൊരവസ്ഥ വരുന്ന ഒരു സന്ദർഭത്തിൽ, അതല്ലെങ്കിൽ ഇപ്പോഴേ അത് ആസ് പെർ ഒരു ബിസിനസ്സിനെ ഓരോ വ്യക്തികളാണല്ലോ തീരുമാനിക്കുന്നത്, ഞാൻ എങ്ങനെ എത്ര ലെവലിൽ ബിസിനസ് ചെയ്യണം എന്നുള്ളത്. സോ നിങ്ങളുടേതായിട്ടുള്ള തീരുമാനത്തിലേക്ക് ഞാൻ ആ കാര്യം വിട്ടുവരുന്നു. എന്നാൽ 14,000 ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ദിവസം 60,000 രൂപ വരെ ഉണ്ടാക്കാൻ ഉള്ള അവസരം ഒരു ഐഡിയമേ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പിന്നെ ഇവിടെ ഒരാൾക്ക് ഒരു ഐഡിയയേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ഐഡിയ ഒന്നും വാങ്ങി ഇവിടെ ഗാംബ്ലിങ് ചെയ്യാനായിട്ട് സാധിക്കില്ല. സോ 1 മാൻ 1 ഐഡി ആണ് ഇവിടുത്തെ ഒരു രീതി. അപ്പോൾ ഇത് ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ പാക്കേജസ് വരുന്നത്. ബെനിഫിറ്റ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. ബെനിഫിറ്റ്സ് അല്ലേ, നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യാനല്ലേ വന്നിട്ടുള്ളത്. അപ്പോൾ ഡെഫിനറ്റ്ലി ബിസിനസ്സിൻ്റെ ബെനിഫിറ്റ്സുകൾ നോക്കണ്ടേ. പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് അതെന്തായാലും തരും, അതെല്ലാവർക്കും അറിയാം എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്നുള്ളത്. ഇനി നമ്മളൊരു ബിസിനസ് മാൻ ആകുമ്പോൾ ബിസിനസ് ചെയ്താൽ എന്ത് കിട്ടും എന്നല്ലേ നമ്മൾ നോക്കുക. സോ നമുക്ക് നോക്കിക്കളയാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ബെനിഫിറ്റ് ഡയറക്റ്റ് ബോണസ്. എത്രയാണ്? 5% ലഭിക്കുന്നുണ്ട്. എക്സാമ്പിൾ, എ എന്ന് പറയുന്ന വ്യക്തി ആൾ ബിസിനസ് തുടങ്ങിയിരിക്കുന്നു. ബിസിനസ് തുടങ്ങി ബി എന്ന് പറയുന്ന വ്യക്തിയെ കണ്ടുമുട്ടി. ബിയുമായിട്ട് ബിസിനസ് ഡിസ്കസ് ചെയ്തു. ബിയും പറഞ്ഞു ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാനും ഒത്തൊരുമിച്ച് വർക്ക് ചെയ്യാനൊക്കെ തയ്യാറാണ്. അങ്ങനെയെങ്കിൽ ഡെഫിനറ്റ്ലി എന്നെയും കൂടി ഒരു അസോസിയേറ്റ് ആക്കൂ എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു സ്ഥിതിഗതിയിൽ ഇവിടെ എ എന്ന് പറയുന്നത് സ്പോൺസർ. എ ഒരു സെയിൽ നടത്തി. ആർക്കാണ്? ബിക്ക്. അപ്പം ഇങ്ങോരാരായി? കസ്റ്റമർ. ഈ ഒരു ബിസിനസ് നടത്തിയതിൻ്റെ പേരിൽ എക്ക് എന്ത് ലഭിക്കുന്നു? ഡയറക്റ്റ് ബോണസ് ലഭിക്കുന്നു 5%. അത് 3500 ആണ് ആ ബിസിനസ് നടത്തിയതെങ്കിൽ 5% എത്രയായി? 175 റുപ്പീസ്. അത് ബിസിനസ് നടത്തിയത് 7000 ആണെങ്കിലോ 350 റുപ്പീസ്.
അത് 14,000 ആണെങ്കിലോ 700 റുപ്പീസ് ആൾക്ക് ഡയറക്റ്റ് ബോണസ് ആയിട്ട് ലഭിക്കും. ഇതുപോലെ എ എന്ന് പറയുന്ന വ്യക്തിക്ക് എത്ര പേരെ വേണമെങ്കിലും ഈ സിസ്റ്റത്തിലോട്ട് ബിസിനസ് ഓപ്പർച്യൂണിറ്റി കൊടുത്തുകൊണ്ട് വരാം. അതുപോലെ തന്നെ ബിക്കും അത് തന്നെ ചെയ്യാം. ഓക്കെ, അപ്പോൾ ബി എന്ന് പറയുന്ന വ്യക്തി കസ്റ്റമറായിട്ടിരിക്കണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കുന്നത് ആ വ്യക്തിയാണ്, ബി ആണ്. ഓക്കെ, അവിടെ എ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇവിടെ ആൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കാനേ സാധിക്കുകയുള്ളൂ. പക്ഷെ തീരുമാനം എപ്പോഴും ബിയുടെയാണ്. അപ്പോൾ ഇതൊരു കസ്റ്റമറായിട്ടിരിക്കാം, അതല്ല എങ്കിൽ ഒരു ബിസിനസ് ആൾക്ക് ഏറ്റെടുത്ത് ചെയ്യാം. എല്ലാവർക്കും ഓപ്പർച്യൂണിറ്റി എല്ലാം സെയിം തന്നെയായിരിക്കും. ഇത് ക്ലിയർ അല്ലേ? ഇനി നമുക്ക് രണ്ടാമത്തെ ബെനിഫിറ്റിലോട്ട് കിടക്കാം. രണ്ടാമത്തെ ബെനിഫിറ്റ് മാച്ചിങ് ബോണസ്. ആണ് കമ്പനി നൽകുന്നത്. ഈ സിസ്റ്റം പ്രകാരം എ എന്ന് പറയുന്ന വ്യക്തിക്ക് ബി സി ഒരു 2 വ്യക്തികളെ, നേരത്തെ ഒരു വ്യക്തിയാണ് കൊണ്ടുവന്നതെങ്കിൽ ഇപ്പോൾ 2 വ്യക്തിയെ, ഒന്നിലധികം വ്യക്തികളെ ഈ ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നിരിക്കുന്നു അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം പ്രകാരം ബൈനറി സിസ്റ്റമാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിൽ ബൈനറിയിൽ 2 ഹാൻഡാണുള്ളത്, ലെഫ്റ്റ് റൈറ്റ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ ബിയും റൈറ്റ് സൈഡിൽ സിയും ഉണ്ട്. അങ്ങനെയെങ്കിൽ അതിനെ നമുക്ക് 1:1 ബിസിനസ് അവിടെ നടന്നെന്ന് പറയാം. ഈ 1:1 ബിസിനസ് നടക്കുമ്പോൾ അതിന് 10% എന്ത് ചെയ്യുന്നു, കമ്പനി മാച്ചിങ് ബോണസായിട്ട് നൽകുന്നു. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന 3,500 ബിസിനസ്സാണ് ഇവിടെ സംഭവിച്ചതെങ്കിൽ അതിൻ്റെ 10% ഈസിക്കൽ ടു 350 റുപ്പീസ് മാച്ചിങ് ബോണസ് ഉണ്ടായിരിക്കും. അത് നടന്നത് 7,000-ആണെങ്കിലോ 700 റുപ്പീസ് മാച്ചിങ് ബോണസ്. അത് 1,400. 14,000-ആണെങ്കിൽ 1,400, 1,400 രൂപ ആൾക്ക് മാച്ചിങ് ബോണസായിട്ട് ലഭിക്കുന്നു. പക്ഷേ ഇതിനൊരു കണ്ടീഷനുണ്ട്. ഒന്നുകിൽ 2:1 അല്ലെങ്കിൽ 1:2 എന്നുള്ള ക്രൈറ്റീരിയ പാസ്സാവണം ആദ്യത്തെ മാച്ചിങ് ബോണസ് റിലീസ് ആവണമെങ്കിൽ. അപ്പോൾ എന്താണ് ഈ 2:1 എന്ന് പറയുന്നത്? ഒന്നുകിൽ എ ഡയറക്റ്റായിട്ട് ഒരു വ്യക്തിയെ ഈ സിസ്റ്റത്തിലോട്ട് ഏതെങ്കിലും ഒരു സൈഡിലോട്ട് കൊണ്ടുവരണം. അതല്ലെങ്കിൽ ഈ സൈഡിൽ ബി ഉണ്ടല്ലോ, ബി ഒരു വ്യക്തിയെ കൊണ്ടുവന്നാലും മതി. അങ്ങനെയെങ്കിൽ ഇത് 2:1 ആയി. അപ്പോൾ ഈ സൈഡിൽ 2ഉം ഈ സൈഡിൽ 1 എന്നാണ് അതിൻ്റെ അർത്ഥം. നേരെ ഓപ്പോസിറ്റാണ് വരുന്നതെങ്കിൽ അങ്ങനെ വന്നാലും മതി. അപ്പോഴും ഈ ക്രൈറ്റീരിയ പാസ്സായി. അതെന്തായപ്പോൾ 1:2 ആയി മാറും അല്ലേ? അങ്ങനെ ഈ ക്രൈറ്റീരിയ ഫുൾഫിൽ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എമൗണ്ട് റിലീസാവും. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ബോണസ് ഇൻട്രൊഡ്യൂസേഴ്സ് ഷെയറിംഗ് ബോണസ്. എന്താ ഇതിൻ്റെ പ്രത്യേകത? ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇപ്പോൾ എ എന്ന് പറയുന്ന വ്യക്തി സ്പോൺസർ. ഈ വ്യക്തിക്ക് എത്ര പേരെ വേണേലും ഈ സിസ്റ്റത്തിലോട്ട് കൊണ്ടുവരാം, അത് മുന്നേ പറഞ്ഞു അല്ലേ? അതുപോലെ കൊണ്ടുവന്നിട്ടുള്ള ആൾക്കാരാണ് ബി, സി, ഡി, ഇ, എഫ്. 5 പേര്. 1, 2, 3, 4, 5 പേരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അതായത് 10% ആണ് നമുക്ക് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത്. എങ്ങനെ? അതായത് എ എന്ന് പറയുന്ന സ്പോൺസർക്ക് ഡെയിലി 50,000 ഏണിംഗ് ഉണ്ട്. 50,000 രൂപ ഡെയിലി ഏണിംഗ് ഉണ്ട്. എന്തായിട്ട്? മാച്ചിങ് ബോണസ്, അതായത് രണ്ടാമത്തെ ഇൻകം ഡെയിലി 50,000 രൂപയുണ്ട്. അതിൻ്റെ 10% എന്ത് ചെയ്യും? ഇവർക്കായിട്ട് ഡിവൈഡ് ചെയ്യും. ഓക്കെ, ഒന്ന് വിശദീകരിക്കാം. അതായത് എ എന്ന് പറയുന്ന വ്യക്തിക്ക് 50,000 രൂപ ഡെയിലി മാച്ചിങ് ബോണസ് ലഭിക്കുന്നുണ്ട്. 5 പേര് ഈ പറയുന്ന എ റെഫർ ചെയ്തിട്ടുണ്ട് അല്ലേ? അങ്ങനെയെങ്കിൽ ഈ 5 പേർക്ക് 10% ഡിവൈഡ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഈ 50,000-ൻ്റെ 10% എത്രയാണ്? 50,000 10% എത്ര വരും? 5,000 രൂപ. ഈ 5,000 എന്ത് ചെയ്യുന്നു? ഡിവൈഡഡ് ബൈ 5. ഈ 5 പേരാരാണ്?
ഈ ABCDEF പോലെ BCDEF എത്ര വരും? 1000 രൂപ ഒരാൾക്ക് ഡെയിലി എന്നൊക്കെ. ഇതേപോലെ ഈ പറയുന്ന A 50,000 രൂപ വാങ്ങുന്നുണ്ടോ അന്നെല്ലാം ഈ പറയുന്ന വ്യക്തികൾക്ക് 1000 രൂപ വെച്ചിട്ട് ചുമ്മാ കിട്ടും. സൂപ്പറല്ലേ? നാലാമത്തെ ലീഡ് ജനറേഷൻ ബോണസ്. ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത് വർക്ക് ചെയ്യുന്നവർക്കുള്ള ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ്. പണിയെടുത്താൽ കാശ് കിട്ടും, പണിയെടുത്താലേ കാശ് കിട്ടൂ എന്നൊന്നുമില്ല. അത് സിസ്റ്റത്തിനെ ബേസ് ചെയ്തിരിക്കും. ഓക്കെ, പിന്നെ പ്രൊഡക്റ്റിനൊക്കെ ബേസ് ചെയ്തിരിക്കും. സോ ഇവിടെ നമുക്ക് ഈ സിസ്റ്റം പ്രകാരം നമുക്ക് തരുന്ന അടുത്ത ബോണസ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബോണസാണ്. നമുക്ക് ശ്രദ്ധിക്കാം. നേരത്തെ പറഞ്ഞ പോലെ എ എന്ന് പറയുന്ന വ്യക്തി ബിസിനസ്സിലോട്ട് വരുന്നു. എ എന്ന് പറയുന്ന വ്യക്തി ശക്തമായ ബിസിനസ് ചെയ്യാണ്. അങ്ങനെ BCDEF എന്ന് പറയുന്ന വ്യക്തികളെ കൊണ്ടുവന്നു. അപ്പോൾ ഈ പറയുന്ന വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം എ ആണ് ലീഡർ. അപ്പോൾ ലീഡർ നല്ല പെർഫോമിംഗ് ആണ്. അപ്പോൾ ഇവരും തീർച്ചയായിട്ടും തീരുമാനിച്ചു ഞങ്ങളും നല്ല രീതിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന എക്ക് കിട്ടുന്ന പോലെ ഞങ്ങൾക്കും ഡെയിലി നല്ല വരുമാനം കിട്ടും. വെറുതെ എക്ക് കിട്ടുന്നതിൻ്റെ 10% മാത്രം കിട്ടിയാൽ പോരല്ലോ, എക്ക് കിട്ടുന്ന പോലെ തന്നെ ഞങ്ങൾക്ക് കിട്ടണം എന്നുള്ളൊരു വാശിക്കാരാണെങ്കിൽ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഓക്കെ, ഒന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ ബി എന്ത് ചെയ്തു? വീണ്ടും ആളെ കൊണ്ടുവന്നു. എങ്ങനെ? സി കൊണ്ടുവന്നു, HIJK. അപ്പോൾ ഇതൊക്കെ ഇവരുടെ ബിസിനസ്സാണ്. ഓക്കെ, അപ്പോൾ ഇതിന് എയുടെ നേതാവ് എപ്പോഴും എ ആണ് കേട്ടോ. എയുടെ ലെവൽ 1 ആണ്, ഇത് ലെവൽ 2. എയുടെ ലെവൽ 2 ആണത്. അപ്പോൾ LMNOP ഇത് ലെവൽ 3. QRSTU ലെവൽ 4. VWXYZ ലെവൽ 5. A1 B1 C1 D1 E1. അപ്പോൾ ഇത് ലെവൽ 6. ആരുടെ ലെവൽ 6? എയുടെ ലെവൽ 6 ആണ് കേട്ടോ. അപ്പോൾ എയുടെ ലെവൽ 6, ലെവൽ 5, ലെവൽ 4, ലെവൽ 3, ലെവൽ 2, ലെവൽ 1 അല്ലേ? നേരിട്ട് കൊണ്ടുവന്ന ആൾക്കാർ ലെവൽ 1-ലായിരിക്കും. പിന്നെ അവർ കൊണ്ടുവരുന്നു, ഇവരെ കൊണ്ടുവരുന്നു, ഇവരെ കൊണ്ടുവരുന്നു, ഇവരെ കൊണ്ടുവരുന്നു, ഇവരെ കൊണ്ടുവരുന്നു. അങ്ങനെ 6 ലെവൽ. ഈ 6 ലെവലിൽ നിന്നും സർട്ടൻ പെർസെൻറ്റേജ് ആർക്ക് വരും? എക്ക് വരുന്നു. നേരത്തെ മൂന്നാമത്തെ ഇൻകത്തിൽ നമ്മൾ നോക്കിയപ്പോൾ എന്താ? ഡയറക്റ്റ് 10% എ കൊണ്ടുവന്ന ആൾക്കാർക്ക് കിട്ടി അല്ലേ? ഇവിടെ എന്താണ്? നേരെ റിവേഴ്സ് ഓർഡർ പോവുകയാണ്. റിവേഴ്സ് ഓർഡർ എത്രയാണ് പോകുന്നത്? 6 ലെവലിൽ നിന്ന് റിവേഴ്സ് ഓർഡർ പോവുകയാണ്. അതിൻ്റെ പെർസെൻറ്റേജ് 10%, 5%, 4%, 3%, 2%, 1%. മൊത്തം 25% ആർക്ക്? സ്പോൺസറായിട്ടുള്ള എക്ക് ഡെയിലി ഇവർക്കെല്ലാം കിട്ടുന്നതിൻ്റെ മാച്ചിങ് ബോണസിൻ്റെ 25% ഈ ലെവലിൽ നിന്നൊക്കെ ആയിട്ട് ഡിവൈഡ് ചെയ്ത് ലഭിക്കുന്നു. അപ്പോൾ പിന്നെ സന്തോഷമായില്ലേ? റൈറ്റ്. അപ്പോൾ ഇതൊന്നും ഇവരൊന്നും കട്ട് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. ഈ 25 ആണെങ്കിലും ഈ 10 ആണെങ്കിലും ഇതൊന്നും കട്ട് ചെയ്തിട്ടല്ല കൊടുക്കുന്നത്. ഇത് എക്സ്ട്രാ തന്നെ കമ്പനി തരുന്നതാണ്. ഹാപ്പി അല്ലേ? ക്ലിയർ?